മുഖ്യാതിഥി, വേദിയിലിരിക്കുന്ന സമ്പൂജ്യരായ സുഹൃത്തുക്കളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരികളെ, സഹോദരന്മാരെ, വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്നതിൽ. ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാൻ സാധിക്കുന്നതിൽ, ഇപ്പോൾ സംസാരിക്കാൻ സാധിക്കുന്നതിൽ ഞാൻ ബേബി മാത്യുവിനോട് വളരെയധികം കടപ്പെട്ടവനാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ബന്ധമാണ് എന്നെ ഇവിടെ 2-3 വർഷങ്ങൾക്ക് മുമ്പ് എത്തിച്ചത്. ഇവിടെ 2 ആഴ്ച താമസിച്ച് അദ്ദേഹത്തിൻ്റെ അതിഥിയായിട്ട് എനിക്ക് ആയുർവേദ ചികിത്സയൊക്കെ നടത്തിയിട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് പോളി മാത്യുവിനെയും പരിചയപ്പെടാൻ സാധിച്ചത്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയതിൻ്റെ ഫലമായിട്ട് എനിക്ക് ബാംഗ്ലൂരിൽ പോയിട്ട് ഗർഷോമിൻ്റെ അവാർഡ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ അവാർഡ് ഫംഗ്ഷൻ, ഗർഷോമിൻ്റെ അവാർഡ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത്. ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കണ്ടതിലുള്ള സന്തോഷത്തിലേറെ ഇന്നിവിടെ ഗർഷോമിൻ്റെ അവാർഡ് സ്വീകരിച്ച 3 പേരെ നേരിട്ട് കാണാൻ സാധിച്ച് ഈ നാട് നിങ്ങളോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. നാട് വിട്ട് പുറത്തു പോകുന്ന ആളുകൾ 2 വിധമാണ്, അല്ലെങ്കിൽ 2 വിധമാണെന്നാണ് നാട്ടുകാർ ധരിച്ചിട്ടുള്ളത്. ഒന്ന്, ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ആഹാരത്തിന് വേണ്ടി പുറത്തു പോയി ജോലി ചെയ്യുന്നവർ. 2, ഇവിടെ ഉള്ളത് കൊണ്ട്, ഇവിടെ കിട്ടുന്നതുകൊണ്ട് തൃപ്തരാകാതെ കൂടുതൽ സമ്പാദിക്കാൻ വേണ്ടി പുറത്തു പോകുന്നത്. ഈ 2 വിധത്തിലാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടുന്ന് പുറത്തു പോകുന്ന ആളുകൾ അവിടെ പോയിട്ട് സോഷ്യൽ വർക്ക് നടത്തുന്നതോ സാഹിത്യ പ്രവർത്തനം നടത്തുന്നതോ കൾച്ചറൽ ആക്ടിവിറ്റീസ് നടത്തുന്നതോ ഒന്നും ആരും അറിയാറില്ല എന്നുള്ളതാണ് സത്യം. ഈ ഗർഷോം എന്ന് പറയുന്ന ഈ സൊസൈറ്റി അത് കുറച്ച് പേരെയെങ്കിലും അറിയിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. നാം വളരെ നന്ദിപൂർവ്വം ചെയ്യേണ്ടതാണ്. ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി നമുക്ക് ഈ നാട്ടിന് വളരെയധികം സമ്പാദ്യം ഉണ്ടാക്കി തരുന്നവർ, നാടിൻ്റെ പുരോഗതിക്ക് വളരെയധികം സഹായിക്കുന്നവരാണ് പ്രവാസികൾ. അവരെ ഓർക്കാൻ, അവരെ സമ്മാനം നൽകാൻ ഗർഷോം കാണിക്കുന്ന ഈ പ്രവൃത്തി എത്ര തന്നെ ശ്ലാഘിച്ചാലും മതിയാകുന്നില്ല. കാരണം ഇവിടുന്ന് പുറത്തു പോകുന്ന ആളുകളെടുത്ത് വീട്ടുകാരും ഏറ്റവും അടുത്ത ബന്ധുക്കളും അയൽക്കാരും നാട്ടുകാരും എന്തിന് ഗവൺമെൻറ് വരെ കൊണ്ടുപോവാ എന്ന് പറയുന്ന അങ്ങോട്ടിങ്ങനെ കൈനീട്ടുന്നതല്ലാതെ തിരിച്ചു നീട്ടുന്നവരാരുമില്ല. ഒള്ളി ദിസ് ഇങ്ങനെ കൈനീട്ടി താ എന്ന് പറയുന്നവരല്ല, എന്ന് പറഞ്ഞ് കൊടുക്കുന്നവരാരുമില്ല. ഇതൊരു സമ്മാനത്തിൻ്റെ പേരിലെങ്കിലും അവരെ അംഗീകരിക്കാനെങ്കിലും അവർക്ക് അവാർഡെങ്കിലും കൊടുക്കാൻ മുന്നോട്ട് വന്ന ഗർഷോം സൊസൈറ്റിയെ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാകുന്നതല്ല. ഞാൻ വീണ്ടും അവാർഡ് ജേതാക്കളെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം ഞാൻ അവരെയും അങ്ങേറ്റം അഭിനന്ദിക്കുന്നു. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന 3 പേരാണെങ്കിൽ നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എത്രയോ ലക്ഷം ആളുകളെയാണ്. പുറത്തു പോയിട്ട് ഈ നാടിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയെന്ന് നിങ്ങളും ബാക്കിയുള്ളവരും ധരിച്ചിട്ടുണ്ടെങ്കിലും പ്രാക്ടിക്കലി ഈ നാട്ടിന് വേണ്ടി തന്നെ വളരെയധികം കഷ്ടപ്പെടുന്ന, പ്രയത്നിക്കുന്ന, പ്രവർത്തിക്കുന്ന, അതിൻ്റെ ഫലം കാണുന്ന ആളുകളാണ് നിങ്ങൾ. നിങ്ങളോട് ഞങ്ങളെല്ലാം കടപ്പെട്ടിരിക്കുന്നു, ഈ നാട് കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് കേരളത്തിന് പുറത്തു പോയിട്ട് പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിനുള്ള ആളുകളാണ് നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നിങ്ങളെ കാണുമ്പോൾ ഞാൻ കാണുന്നത്, കാരണം എനിക്ക് പ്രവാസികളുമായിട്ട് വളരെയധികം ബന്ധമുള്ളവനാണ്. ഞാൻ ഈ വേൾഡ് മലയാളി കൗൺസിലിന് വേണ്ടി ജർമ്മനിയിൽ വന്നിട്ടുണ്ട്. മലയാളി കൗൺസിൽ ഫോം ചെയ്യുന്നതിന് ഞാൻ ന്യൂജേഴ്സിയിൽ ഉണ്ടായിരുന്നപ്പോൾ ആൻഡ്രൂ പാപ്പച്ചനെല്ലാം കൂടി ഞങ്ങൾ 4-5 പേര് കൂടി ഇരുന്നിട്ടാണ് ഈ വേൾഡ് കൗൺസിൽ ഫോം ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് കുറേ അധികം അടുപ്പം പ്രവാസികളോട് അവരുടെ പ്രവർത്തനങ്ങളോടുണ്ട്. വളരെയധികം ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എൻ്റെ സഹോദരന്മാരും സഹോദരിമാരുമാണ് കേരളത്തിന് പുറത്തുള്ളത്. ഇന്ത്യയിലായിരുന്നാലും പുറത്തായാലും ഉള്ളവർ. അവരിൽ ഒരു ഭാഗത്തിന് ഇവിടെ കാണാൻ സാധിക്കുന്നതിനും അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള ഈ അവാർഡ് വിന്നേഴ്സിനെ അഭിനന്ദിക്കുന്നതിനും ഒരു അവസരം ഉണ്ടാക്കി തന്ന മിസ്റ്റർ പോളി മാത്യുവിനും ഈ സംഘടനയ്ക്കും ഗർഷോമിനും എല്ലാ നന്മകളും നേരുന്നുണ്ട്.